അപ്പോൾ അതിലൂടെ ഞാൻ പഠിച്ചൊരു ലെസണുണ്ട്. ഈ എക്കണോമിക് സിസ്റ്റം അല്ല മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പിന്നെ വാട്ട് ഈസ് ഇറ്റ്, എങ്ങനെയാണ് അവിടെ നിന്നാണ് ഈ അഹിംസായിക് എക്കണോമിക്, അതായത് മുതലാളി തൊഴിലാളി ഇല്ലാത്ത, ഉടമസ്ഥനും അല്ലെങ്കിൽ കൂലിക്കാരും ഇല്ലാത്ത എല്ലാവരും സഹോദരി സഹോദരമായി ജീവിച്ച് അധ്വാനിച്ച് ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അതായിരുന്നു അവസാനം ഞാൻ സേഗ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അപ്പോൾ ഞാൻ എയർഫോഴ്സിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് 82 തന്നെ തുടങ്ങി. 82 ജൂലൈയിലായിരുന്നു എൻ്റെ ക്രാഷ് നടന്നത്. 82 ഒക്ടോബർ നവംബറിലേക്കാണ് ഞാൻ ആദ്യത്തെ പ്രസ്ഥാനം തുടക്കുന്നത്, കൊച്ചി തന്നെയായിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടത് മുതലാളി തൊഴിലാളി ഇല്ലാതെ പങ്കാളികളായിട്ടുള്ള അവസ്ഥ. ഓരോരുത്തർക്കും അവരുടെ അധ്വാനത്തിൻ്റെ അനുപാതകമായിട്ട് റിട്ടേൺ കിട്ടണം, എന്നാലേ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ചിട്ടാണ് ഈ യൂണിറ്റ് തുടങ്ങുന്നത്. ഞാനൊരു 25 അൺഎംപ്ലോയിഡ് ചെറുപ്പക്കാരെ ചേരി ഏരിയ കൊച്ചിയിൽ ആ ഏരിയയിലേക്ക് പാവപ്പെട്ട പിള്ളേരെ സെലക്ട് ചെയ്തു. മെട്രിക്കുലേഷനൊന്നും പാസ്സായിട്ടില്ലാത്തവരാണ്, പഠിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 25 പേരെ സെലക്ട് ചെയ്തിട്ട് കളമശ്ശേരിയിൽ ITI ഉണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ എൻ്റെ വലിയ സപ്പോർട്ടായിരുന്നു. ഷെവലിയാർ KC ചാക്കോ അറിയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി സമ്മർ വെക്കേഷനിൽ നമ്മൾ കുറച്ച് ട്രെയിനിങ് ഈ ITIയിൽ പ്ലംബർ, മേസൺ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, പെയിൻറ്റർ, 5 പേരെ നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ ഇവരെ നമ്മൾ പിന്നെ ഒരു സൊസൈറ്റി ആക്കി, സേഗ, സെൽഫ് എംപ്ലോയ്ഡ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ. അപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഗ്രാജുവേറ്റ് ഇൻ പ്ലംബിംഗ്, ഗ്രാജുവേറ്റ് ഇൻ പെയിൻറ്റിങ്, ഗ്രാജുവേറ്റ് ഇൻ കാർപ്പൻട്രി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ഗ്രാജുവേറ്റ്സാണ്. അവർ സെൽഫ് എംപ്ലോയ്ഡ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു. അവരതിൻ്റെ മെമ്പേഴ്സ്, ഞങ്ങളൊക്കെ അതിൻ്റെ അഡ്വൈസേഴ്സ്, പേട്രൻസൊക്കെ ആയിട്ട്. ആൻഡ് സേഗ ഒരു ആദ്യത്തെ ആക്ടിവിറ്റിയാണ് സേഗ യൂട്ടിലിറ്റി സർവീസ്. അപ്പോൾ അതായത് ഇവർ അവൈലബിളാണ്. യു വാണ്ട് എ പ്ലംബർ, യു ഗിവ് എ കോൾ ടു കം. അങ്ങനെയൊക്കെയുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് യൂണിഫോം കൊടുത്തു, നെയിം ടാബ്, ടൂൾ കിറ്റ്, സൈക്കിള് ഇതൊക്കെ കൊടുത്തുകൊണ്ട് അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. നാട്ടുകാർക്കും വലിയ സന്തോഷം, ഇവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. പോകുമ്പോഴാണ് യൂണിയൻകാർ ഇവരെ പിടികൂടി. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തു, വയറ്റിപ്പഴുപ്പ് കല്ലുകളല്ലേ, നമുക്ക് 100 രൂപ കിട്ടാവുന്ന സ്ഥലത്ത് പോയി നീ 20 രൂപയ്ക്ക് എന്താ ജോലി ചെയ്യാൻ പോകും? അപ്പോൾ ഇവർ പറയും, ചേട്ടാ നമുക്ക് ആവശ്യമാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ചോദിച്ചാൽ മതിയല്ലോ. നമ്മളെന്തെങ്കിലും ചെറിയ കാര്യം ചോദിച്ചിട്ട് 200 ചോദിക്കുക, പിന്നെ തെരുവ് പറയുക. അവർക്കത് തൊട്ടും രഹസ്യമില്ല. ഈ ചെറുപ്പക്കാരവർ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ അതൊരു കലാപത്തിൽ കലാശിച്ചു. ഇവരുടെ സൈക്കിളൊക്കെ വളച്ചു പിടിക്കുകയും ഇവർക്ക് അടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവരാരും റിയാക്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ അവർ അന്വേഷിക്കാൻ തുടങ്ങിയത് എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ പുറകിൽ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മളിങ്ങനെ പുറകെ ഒരു ടീമുണ്ട് ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ചാലകശക്തിയായിട്ടുള്ള ഒരു സ്ക്വാഡ്രൺ ലീഡർ NV ജോൺ എന്നൊരു എയർഫോഴ്സ് ഓഫീസർ. അപ്പോൾ ഈ ലേബർ യൂണിയനിൽ കുറേ പേര് ഈ എക്സ്-ആർമി ആളുകളായിട്ട് ലീഡേഴ്സൊക്കെ ആയിട്ട് ഹവിൽദാർ അങ്ങനെയൊക്കെയുള്ള റാങ്കുകാർ. അപ്പോൾ ഒരുത്തും സമർത്ഥനായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് നമുക്കൊരു വിഷയമില്ല, ഇവരൊക്കെ നമുക്ക് ഒതുക്കാം. അപ്പോൾ ഇവർ അനോണിമസ് ലെറ്റേഴ്സ് wrote to the Defence Ministry, the headquarters, saying that an Air Force officer is trying to get involved in political activity to build up a political base for himself. അത് നമുക്ക് വലിയ ഒഫൻസാണ്. ഡിഫൻസ് സർവീസ് പൊളിറ്റിക്സിൽ പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ലെറ്റേഴ്സൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു എൻക്വയറി വന്നു എനിക്കെതിരായിട്ട്. അപ്പോൾ ഒരു വിംഗ് കമാൻഡർ കെയിം ഫ്രം ദ എയർക്വാർട്ടേഴ്സ് സ്പെഷ്യലി ഫോർ ദാറ്റ് പർപ്പസ്. അപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരെയും ഇൻ്റർവ്യൂ നടത്തി, ആ സ്ഥലമൊക്കെ സന്ദർശിച്ചു. അവസാനം ഹിസ് റിപ്പോർട്ട് വെൻറ്റ്. അപ്പോൾ അതിൽ പറഞ്ഞു, ദിസ് ഓഫീസർ ഹാസ് നോ പൊളിറ്റിക്കൽ അംബിഷൻ,
He seems to have developed a charitable disposition after the air accident. As an expression of that charitable disposition, he has got involved in developing the unemployed youth and created this structure. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് ഇറ്റ് ഈസ് ഫൗണ്ട് ദറ്റ് ഹി സപ്പോർട്ടിങ് സർട്ടൺ വാല്യൂസ് ബൈ വിച്ച് ഈസ് ട്രൈ ടു ലീവ് ആൻഡ് ഫോർ വിച്ച് he is well appreciated by the great people who are working with him, Justice Jani Emma, Chavliya Chako, Justice V.R. Krishnaiyer, C.M. Anthony, they are prominent ആളുകളാണ്. അപ്പോൾ because of these these people are working with him, so there is nothing against the Air Force Act or the rules of the officers. റിപ്പോർട്ട് കണ്ടപ്പോൾ എൻ്റെ ബോസ് എയർ മാർഷൽ ലാല was the AOC training command, Air Officer Commanding in Chief of the training command. So he called me to Bangalore. I went there. So he made me sit down and said, John, I'm happy that you're doing some work like this. But remember, you're an Air Force officer. Don't get involved in the civilian activity. See, we need people like you in the Air Force. I am suggesting that you be posted as a course commander for the pilots course of the Indian Air Force Academy, where officers from 9 countries come, young officers, for training. As a course commander, I will have to guide them. They write their dossier every month, interview them, and see that their performance in flights or academics or ground subjects, അതൊക്കെ നോക്കി കോർഡിനേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അവർ കൺസേൺ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്ററിങ് ജോബായിരുന്നു. പിന്നെ അവരുടെ ഇൻ്റർവ്യൂ ചെയ്ത് എല്ലാം റിപ്പോർട്ട് ചെയ്ത് വെക്കണം എല്ലാ മാസം. അപ്പോൾ എനിക്ക് പറ്റി ഉൾക്കാഴ്ച കാണും. യങ് പീപ്പിൾ ഫ്രം 9 countries വരെ, ഇറാഖ്, ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെയൊക്കെയുള്ള ആഫ്രിക്കൻ, നൈജീരിയ, ടാൻസാനിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 വർഷം വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മി. ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസും I was able to do a lot of studies also because psychology വെല്ലുവിളിയില്ലായിരുന്നു. So I did some special studies in that line. ഹ്യൂമൻ സൈക്കോളജി ഫുള്ള് പഠിക്കാനും പിന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ഓൾസോ ഗോട്ട് പ്രൊമോട്ടഡ് ആൻഡ് ട്രാൻസ്ഫർ ടു ഹൈദരാബാദ്. When we started a movement outside in Hyderabad called Pratyasha movement for the youth. അത് നല്ല വേഗം വളർന്നു. അപ്പോൾ അവിടെ ആർച്ച് ബിഷപ്പ് സ്വാമി രംഗനാഥൻജി, ഗവർണർ സാദിഖ് അലി, ഇവരെയൊക്കെ അതിൻ്റെ വേഗം വളർന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ AOC എൻ്റെ ഇമ്മീഡിയറ്റ് ബോസായിട്ടുള്ള ആൾ, അദ്ദേഹം ആനുവൽ ഇൻസ്പെക്ഷന് വരും, അക്കാഡമിയാണ്. അപ്പോൾ ഈ പ്രോട്ടോക്കോളുണ്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ ഗവർണർ ഡിന്നർ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇദ്ദേഹം അവിടെ ഗവർണറോട് ആഹാരം കഴിച്ച് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അന്ന് ഗവർണറായിട്ടിരുന്നത് കുമുദുവാൻ ജോഷിയാണ്. അപ്പോൾ ഈ കുമുദുവാൻ ജോഷിക്ക് എന്നെ ലളിതയും വലിയ താല്പര്യമാണ്. അപ്പോൾ പല ഫംഗ്ഷനും ഞങ്ങൾ രാജ്ഭവനിൽ വിളിച്ചു പോകും. അപ്പോൾ അവർ എയർ മാർഷലിനോട് പറഞ്ഞു, എയർ മാർഷൽ and he and his wife. അപ്പോൾ Air Marshal was very happy to hear that. Next day he called me, said, John, the government seems to be appreciating the work you're doing. What are things you're doing there? I'm not doing that. യൂത്തിന് ഫിൻ ആൻഡ് ഫിഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, വളരെ പോപ്പുലർ. ഫ്രണ്ട് ഇൻ നീഡ്, ഫ്രണ്ട് ഇൻ ഡീഡ്, ഫിൻ ആൻഡ് ഫിഡ്. അപ്പോൾ ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട്സ് ഇൻ ഡീഡ് എന്ന് പറയുമ്പോൾ children from the well-to-do family, posh schools like All Saints, St. Paul, അവിടെയൊക്കെയുള്ള സ്റ്റുഡൻസ്, അവർ മാസം 20 രൂപ മാറ്റി വെക്കും. ശരി, ഇനി ആ 20 രൂപ സ്ലമ്മിലുള്ള അവിടെയുള്ള ചേരിയിലുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്, അവർക്ക് ബാഗ് സ്ഥലം, അത് അവർക്ക് ഒരാളെ എടുക്കും. അപ്പോൾ ഇവന് ഒരു ഹീസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് ആൻഡ് ഹീസ് ജസ്റ്റ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അപ്പോൾ ഇത് വളരെ പോപ്പുലറായി. 10-20 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യവും പത്രക്കാരൊക്കെ അത് ഒത്തിരി പോപ്പുലറൈസ് ചെയ്യും.
അപ്പോൾ അങ്ങനെ ഗവർണർക്കും ഒക്കെ അറിയാം. അപ്പോൾ അത് ഒരു പോപ്പുലർ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 18 വീടുകൾ ഈ ഗ്രാമങ്ങളിൽ വീടില്ലാത്തവർക്കായിട്ട് ഐ ബിലീവ് ഇൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സിഗ്നേച്ചർ ക്യാമ്പയിനോട് കൂടി, അപ്പോൾ നമ്മളൊരു 50 കോളമുള്ള ഒരു കാർഡുണ്ടാകും. ഐ ബിലീവ് ഇൻ ജസ്റ്റിസ് അത് എഴുതി വരും. അപ്പോൾ നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്യാം. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട്, വാട്ട് എവർ കോൺട്രിബ്യൂഷൻ യു മേക്ക് will be used to make home for the homeless in നാന്ത്രക്കൽ വില്ലേജ്. അപ്പോൾ അവർ 50 രൂപ 100 രൂപ എന്നൊക്കെ എഴുതി വെച്ച് കൊടുക്കും. അത് കുട്ടികൾ കളക്ട് ചെയ്ത് ടീച്ചറിൻ്റെ അടുത്ത് ഏൽപ്പിക്കും. അവർ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഒരു അസംബ്ലി വിളിച്ചിട്ട് ഇത്രയാണ് ഇതിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കും. അങ്ങനെ നമ്മൾ 18 വീടുകളുണ്ടാക്കി ഗ്രാമത്തിൽ. അപ്പോൾ ഗ്രാമത്തിൽ വീടില്ലാത്ത ആളുകൾ ആരുമില്ലാത്ത അവസ്ഥ. അപ്പോൾ അവർക്കൊരാഗ്രഹം, നമ്മുടെ ഗ്രാമത്തിലൊരു സ്കൂൾ വേണം. അപ്പോൾ അവരെല്ലാം കൂടി 6 ഏക്കർ സ്ഥലം, ഗ്രാമത്തിൽ ഇവിടുത്തെ പോലെയല്ല, അവിടെ ഗ്രാമവാസികൾ ഒന്നിച്ച് ജീവിക്കുന്നു, കൃഷിസ്ഥലം വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം. അപ്പോൾ ആ സ്ഥലത്തിന് തന്നെ ഈ കന്നുകളെ മേയ്ക്കാൻ ഒക്കെ കുറച്ച് മാറ്റിവെക്കും പൊതുവായിട്ടുള്ള. അപ്പോൾ അങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലത്ത് 6 ഏക്കർ സ്ഥലം അവരുടെ പഞ്ചായത്തിൽ നമ്മൾ തന്നു സ്കൂൾ വേണം. അപ്പോൾ പിന്നെ നമ്മൾ 2 വർഷത്തേക്ക് അതിന് വേണ്ടി പ്രവർത്തിച്ച് സ്കൂളുണ്ടാക്കി, പ്രൈമറി സ്കൂൾ. അതിന് വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആയിട്ട് വളർന്ന് ഡയസിസ് ഏറ്റെടുത്ത് നടത്താം. പിന്നൊക്കെ നമ്മൾ ഒത്തിരി സേവനം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഹെഡ്മാസ്റ്റർ കേട്ട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. അടുത്ത ദിവസം വിളിച്ചു ചോദിച്ചു, വാട്ട് യു വാണ്ട് മീ ടു ഡു ഫോർ